രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ട് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പല നേതാക്കൾ പല അഭിപ്രായമാണ് പറയുന്നത്. ചിലർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കൾ അതിശക്തമായി ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അഭിപ്രായ ഭിന്നത കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എടുത്ത നടപടികൾ നടപ്പാക്കാൻ പറ്റാതെ പോയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും ആ നിലപാടിലെ വൈരുദ്ധ്യം കൂടുതൽ നിഴലിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന ആരോപണമാണ് ഈ വീക്ഷണം മുഖപ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ന്യായീകരിക്കുന്ന ഒരു മുഖപ്രസംഗം. CPM-ന്റെ ഗൂഢാലോചനയാണ് ഇത് എന്നത് വരുത്തി തീർക്കുന്നു. അതിന്റെ ഇരയാണ് രാഹുൽ എന്ന മുഖപ്രസംഗം പറയുന്നു. കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന CPM കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്കുപൊത്തുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നതെന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് വീക്ഷണം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി CPM രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവിനെ ലക്ഷ്യം വെച്ച് സൂര്യനെല്ലി പീഡന കേസ് ഉയർത്തിയത്, 2006 2011 തെരഞ്ഞെടുപ്പിൽ ഐസ്ക്രീം പാർലർ കേസ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിനെതിരെ കൊണ്ടുവന്നത്, ഇതൊക്കെ ഈ ഗൂഢാലോചനയുടെ ഉദാഹരണങ്ങളായിട്ട് ഈ മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. ആ ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നതാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. മാത്രമല്ല, രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നുണ്ട്. മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യമെന്നും വീക്ഷണം വിമർശിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാക്കി മാറ്റുന്ന ഒരു മുഖപ്രസംഗം വീക്ഷണം പത്രത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം അതെങ്ങനെയുണ്ടായി? ഇതൊരു കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സംഭവം മാത്രമാക്കി എങ്ങനെയാണ് ഒരു മുഖപ്രസംഗം എഴുതാൻ കഴിയുക എന്ന സ്വാഭാവികമായ സംശയം ഇവിടെ ഉയരും. ഇത് ആ പാർട്ടിയുടെ നിലപാടാണോ? മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അയാളുടെ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നു, വിവാഹിതയാണ് എന്നറിഞ്ഞിട്ട് തന്നെയായിരുന്നു സൗഹൃദം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നു. ശബ്ദം തൻ്റേതാണ് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. ആ ശബ്ദം അതിൽ ഭീഷണിയുണ്ട്, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അവരുടെ ബന്ധത്തെയോ അവർ തമ്മിലുള്ള ഇഷ്ടത്തെയോ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെയോ ആരും ഇവിടെ എതിർക്കുന്നില്ല. അതിനപ്പുറം ആ പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പിന്നീട് നടന്ന സംഭവങ്ങളിൽ മാത്രമാണ് ഇതിൽ മറ്റുള്ളവർ തെറ്റ് കാണുന്നതും അവിടെ മാത്രമാണ് തെറ്റുള്ളതും. അപ്പോൾ ആ തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നത് അയാളുടെ തന്നെ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഈ പെൺകുട്ടിയുടെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം, ആ ശബ്ദം തൻ്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, ജാമ്യാപേക്ഷയിൽ പോലും പറയുന്നില്ല. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിൽക്കെ ഇതെങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ഗൂഢാലോചന നടത്താൻ കഴിയുക എന്ന സംശയം സ്വാഭാവികമായും ഉയരില്ലേ? എങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് MLA കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രണയിപ്പിച്ചോ അല്ലെങ്കിൽ പ്രണയം നടിപ്പിച്ചോ അവരിൽ ഗർഭമുണ്ടാക്കിയോ അത് അലസിപ്പിച്ചോ ഒരു ഗൂഢാലോചന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ കഴിയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നത്, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന ഏതൊരു സാധാരണ മനുഷ്യന്റെയും സംശയം
ഇവിടെ ഉയരില്ലേ? പിന്നെ എങ്ങനെയാണ് അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയുക? അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് എന്ത് നേട്ടം ആർക്കുണ്ടാക്കാൻ കഴിയും? അപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ പലർക്കും യാതൊരു ധാരണയുമില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനാണ് ഇങ്ങനെ ഒരു അവസരം ഉയർന്നു കിട്ടുന്നതെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായും ആ വിഷയം ഉന്നയിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ മുകേഷ് MLA കുറിച്ച് പൊതുവേദിയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്താണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരേ സമയം പലർക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ ഇമാതിരി പരിപാടികൾ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സദാചാരം മുകേഷിനെ പഠിപ്പിക്കാൻ പോയതിന്റെ നിരവധി വീഡിയോകൾ മാധ്യമങ്ങളുടെ പക്കൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ കോൺഗ്രസ് ആണെങ്കിലും ഉപയോഗിക്കും, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണെങ്കിലും ഉപയോഗിക്കും. ആ ഒരു കാര്യം ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതിനെ എങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചനയാക്കി കാണിക്കാൻ പറ്റും എന്ന സ്വാഭാവികമായ സംശയമാണ് ഉയരുന്നത്. എന്തായാലും വീക്ഷണം മുഖപ്രസംഗം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി അതിനെ ന്യായീകരിച്ച് ഇതൊരു വെറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. പക്ഷേ ഇതിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഈ ആശയക്കുഴപ്പം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ തുടക്കം മുതലുണ്ട്. ഈ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എത്രമാത്രം അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയാണ് എന്നത് നമുക്കറിയാം. ആ ഒരു ബ്രിഗേഡിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർക്കൊരാളായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് VD സതീശൻ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വരെ VD സതീശന് പങ്കുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശൻ തന്നെ രംഗത്ത് വരുന്നത് പാർട്ടിയിൽ ഉൾപ്പെടെ ഉയർന്ന നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി തന്നെ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രമേശ് ചെന്നിത്തല ഇന്നലെയും അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കൾ പോലും അക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിരിക്കെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന വെറും വാദമുയർത്തി കൂടുതൽ അപഹാസ്യരാവുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖപ്രസംഗത്തിലും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേ അബദ്ധമാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ആ ബോധ്യത്തിൽ നിന്ന് എടുത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെന്ന് ആവർത്തിച്ച് നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ഈ രാഹുലിന് അനുകൂലമായ മുഖപ്രസംഗം അത് എഴുതിയവരോട് പോയി ചോദിക്കൂ എന്നതായിരുന്നു VD സതീശന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കൂട്ടായ നടപടിയാണ് എന്നതും VD സതീശൻ ഇന്ന് ആവർത്തിച്ചു. എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അവരോട് എഴുതിയവരോട് ചോദിച്ചോ? എനിക്കറിയില്ല. എല്ലാവരും കൂടി K സുധാകരൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇതാണ് VD സതീശന് ആ വിഷയത്തിൽ പറയാനുള്ള നിലപാട്. അദ്ദേഹം ആദ്യം മുതൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നത് നമുക്ക് കാണാം. ഒപ്പം രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി നിലപാടിനെതിരാണ് വീക്ഷണത്തിലെ ലേഖനമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം പാർട്ടി നിലപാടെടുത്ത ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യം പോലും മനസ്സിലാക്കാതെ വന്ന ലേഖനമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനും ആ നിലപാട് തന്നെ മുന്നോട്ട് വെക്കുന്നു. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഇത് KPCC അധ്യക്ഷൻ പരാതി ലഭിച്ചു എന്നറിഞ്ഞ സമയത്ത് പറഞ്ഞ ബൈറ്റാണ്. ഇന്നത്തെ ബൈറ്റ് അല്ല നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും KC ജോസഫും ഈ വീക്ഷണം മുഖപ്രസംഗത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുലിനെതിരെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്
നടപടിയെടുത്തത് എന്ന കാര്യം രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. താൻ അന്ന് വിദേശത്തായിരുന്നു, തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷമായിരുന്നു ഈ നടപടിയെടുത്തത് എന്നതാണ് ചെന്നിത്തല പറയുന്നത്. ശബരിമല വിഷയം മറയ്ക്കാനാണ് നിലവിലെ ഈ നടപടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ എന്നതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, നിയമസഭ കൂടിയപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. ഇത് ശബരിമല കേസ് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ഇവിടെ നടക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. അപ്പൊ അത് ശബരിമല ഇഷ്യൂവിനെ കാമോഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ കേസ്. ലെറ്റ് ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. കൃത്യമായും എന്താണോ നേരത്തെ പറഞ്ഞിരുന്ന നിലപാട് അതിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു വ്യക്തിപരമായ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വ്യക്തിപരമായ വിഷയം എന്ന നിലയിലായിരുന്നു ഇത് കാണേണ്ടിയിരുന്നത്. കോൺഗ്രസ് പാർട്ടി അതിന് ഉതകുന്ന നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചതായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, പാർട്ടിയും നേതാക്കളും ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിന് ഒഴിവാക്കാവുന്നതുമായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പേരെണ്ടുന്ന ബാധ്യതയെ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ചില നേതാക്കൾക്ക് കാലിടറി, അല്ലെങ്കിൽ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോയി അവർക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞു. അത് സ്വന്തം അനുഭവങ്ങളുടെയും സ്വന്തം പെരുമാറ്റത്തിന്റെയും സ്വന്തം സ്വഭാവ ഗുണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഓരോരുത്തരും ഓരോ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ നേതാക്കളാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ ഈ അവസ്ഥ വരുത്തിവെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മുൻ KPCC അധ്യക്ഷനാണ്, K. സുധാകരനാണ്. ഈ പരാതി വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത്, പരാതിക്കാരി എത്തുന്നതിന് മുൻപുള്ള സമയത്ത് ആ വിഷയത്തിൽ അനാവശ്യ നിലപാട് പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതിലെ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ നിലപാട് തിരുത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് പറ്റിയെന്ന് K. സുധാകരൻ MP ഇന്ന് പറഞ്ഞു. അത് തിരുത്തലല്ല, സ്വാഭാവികമായും വേണ്ടി വന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എത്രയോ ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ്. മുൻപും ഇതുപോലെ മോശപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇനിയും അത് തുടർന്നു പോകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമാണോ? അപ്പോൾ മുൻപ് അങ്ങനെയുള്ളവർ വീണ്ടും രാഷ്ട്രീയത്തിൽ തുടർന്നു എന്നത് ഇപ്പോഴും രാഹുൽ പുതിയ തലമുറയെയും അതിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതിന് ഒരു റീസണാക്കി അവതരിപ്പിക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും ആ വിഷയം എന്താണെന്നോ അതിന്റെ ഗൗരവം എന്താണെന്നോ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആ കേസിൽ നടക്കട്ടെ, ഏതായാലും കേസ് എടുത്തില്ലേ, ഈ കേസിന്റെ അന്വേഷണം പോട്ടെ, അതനുസരിച്ച് എന്താ കാര്യങ്ങൾ നടക്കുന്നത് അത് നമുക്ക് ഫേസ് ചെയ്യാം. അല്ല, അത് ബോധപൂർവമാണ് കിട്ടുന്ന ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. പക്ഷേ ഈ ഗവൺമെന്റ് നമുക്കെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിച്ചും അവർക്കെതിരായി കേസുകൾ എടുത്തും പാർട്ടിക്ക് മുമ്പ് പാർട്ടിയുടെ ഇമേജ് തകർക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അവരുടെ കാര്യം അവർ നടത്തട്ടെ. രണ്ട് അഭിപ്രായം, ഒറ്റ അഭിപ്രായം കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ വന്നിട്ടുള്ള ഈ സംഭവങ്ങൾ അത് പ്രതിരോധത്തിലാക്കുന്നത്, ഈ വിവരം അറിഞ്ഞതിന് ശേഷവും രാഹുലിനെ പിന്തുണച്ച, രാഹുലിന് വീണ്ടും സജീവമാകാൻ അവസരമൊരുക്കി കൊടുത്ത, രാഹുലിനെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്തിയ വ്യക്തികൾക്ക് കൂടി വന്നു ചേരുന്ന പഴിയാണ് ഇപ്പോഴുയരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഷാഫി പറമ്പിലാണ്. പക്ഷേ പുറമേക്ക് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിലും നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നത് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ് പറയുന്നത്. വ്യക്തിപരമായ അടുപ്പം ഒരു ഘട്ടത്തിലും തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നുകൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കാൻ എന്താ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. അതിനകത്ത് സംബന്ധിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ എൻ്റെ പ്രതികരണം അറിയിച്ചതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ.
അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും. എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും. നിയമപരമായി അതിന്റെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടെന്നത് അയാളല്ലേ പ്രതികരിക്കേണ്ടത്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയാരോട് ഒളിവിൽ കഴിയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇനിയിപ്പം വ്യക്തിപരമായ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമവഴി എങ്ങനെ ചെയ്യേണ്ടത്. അത് അവർ ചെയ്തോട്ടെ. കോൺഗ്രസ് പാർട്ടി ഇനി ഫർദർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞ ശേഷം അത് അറിയിക്കാം. താങ്ക് യു. എങ്ങനെയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണ വിധേയനായിരിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമായത് എന്നതിന്റെ കൂടി മറുപടി ഷാഫി പറമ്പിൽ പറയണമായിരുന്നു. വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടികൾ അതുവഴി നടപ്പാവുകയായിരുന്നു എങ്കിൽ ഈ ന്യായീകരണം നിലനിൽക്കുമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണത്തിനിടയിൽ നിന്നാണ്. അവിടെ സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ എല്ലാത്തിലും കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ ഈ ന്യായീകരണം വിലപ്പോകുമോ എന്നതറിയില്ല. രാഹുലിനെ ആരും ന്യായീകരിച്ചിട്ടില്ല എന്നതാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഈ UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മൾ വിശദമായി തന്നെ ആ കാര്യങ്ങളിൽ സംസാരിച്ചതാണ്. വ്യക്തിപരമായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത കാര്യം ന്യായീകരണം എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് ഈ AI വീഡിയോ ആണ് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത് ഒരു ഘട്ടത്തിലും നിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇത് തന്റെ വോയിസ് തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നതുമുണ്ട്. അപ്പോൾ എത്ര പച്ചക്കള്ളമാണ് ഒരു പരിശോധനയും നടത്താതെ UDF കൺവീനറായിരുന്ന അടൂർ പ്രകാശ് വിളിച്ചു പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം പിന്നെയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല എന്നിവർ ഇത് പാർട്ടി അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണ് എന്ന് പറയുമ്പോഴാണ് ഈ പച്ചക്കള്ളം മാധ്യമങ്ങൾക്ക് മുന്നിൽ അടൂർ പ്രകാശ് വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞതിനെ തള്ളി പറയാതെ ആരും ന്യായീകരിച്ചിട്ടില്ല എന്ന ഒരു നിലപാടാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഇതിനോട് സ്വീകരിച്ചത്. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പൊ തൽക്കാലം അല്ല, അങ്ങനെ ആരും ന്യായീകരിക്കില്ല കോൺഗ്രസിന്റെ ആരും. ഇപ്പോൾ ഈ വിഷയം എന്തായാലും രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുക. അതുതന്നെ CPM ചെയ്യുന്നു, ഇടതുപക്ഷം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ജീർണതയുടെ വിഷയമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നതയാണെന്ന് അദ്ദേഹം പറയുന്നു. രാഹുലിന്റെ രാജി എന്നത് നാടിന്റെ ആവശ്യമാണ് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഒപ്പം കോൺഗ്രസിനെ പരിഹസിച്ച് V ശിവൻകുട്ടി രംഗത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് AICC ആസ്ഥാനത്താണോ എന്നതാണ്, അതോ KPCC ആസ്ഥാനത്താണോ, DCC ഓഫീസിലാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് V ശിവൻകുട്ടി പറയുന്നത്. കോൺഗ്രസിന്റെ മൂല്യത്തകർച്ചയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് CPM നേതാവ് EP ജയരാജൻ പറഞ്ഞു. രാഹുലിന്റേത് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന നിലപാടാണ് എന്നതാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് ടൈം സിൻഡിക്കേറ്റിന്റെ പിടിയിലെന്നതാണ് A റഹീം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. യുവ നേതാക്കളാണ് ഈ സിൻഡിക്കേറ്റിലുള്ളത്. കോൺഗ്രസിലെ സീനിയർ നേതാക്കൾക്ക് പോലും ഇവരെ ഭയമാണ് എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPM ഇടതുപക്ഷമാകെ ഈ വിഷയത്തെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുൾപ്പെടെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപപ്പെടുക ഉറപ്പല്ലേ. ഈ ജീർണത പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാവും. ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടതാണത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്.
കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ, ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത്? അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് നശിക്കുകയാണ്. ആ നാശം അതിവേഗത്തിലുണ്ടാകും. കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെൺമക്കളില്ലേ, ഭാര്യമാരില്ലേ? ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. പണം, അതോടൊപ്പം തന്നെ അമിതാധികാരം, പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ചേർന്ന് വരുന്നൊരു മാഫിയ കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ തടവറയിലാണ് കോൺഗ്രസ്. അവർ വരയ്ക്കുന്ന വരയുടെ പുറത്തു പോയി കളിക്കാൻ ഉയർന്ന നേതാക്കൾക്ക് പോലും ഇന്ന് ഭയമാണ്. ഇതാണ് CPM നേതാക്കൾക്ക് പറയാനുള്ളത്. ഒപ്പം BJPയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കെ സുരേന്ദ്രൻ പറയുന്നു കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് നേതാക്കൾ പറയുമ്പോൾ ആ പരാതി പോലീസിന് കൈമാറാൻ നേതാക്കൾ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള ഇതുകൊണ്ട് മറയ്ക്കാമെന്ന് കരുതേണ്ട എന്നതാണ്. മാത്രവുമല്ല, ഈ മോശപ്പെട്ട വ്യക്തിയെ പാലക്കാട് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നതൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും ഇതിനെ ഉയർത്തിക്കാട്ടുകയും പ്രചരണ വിഷയമാക്കുകയും ഒക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് സ്വാഭാവികമായും രാഹുലിനെ പോലെ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവന്ന ആരോപണ വിധേയനായതിനു ശേഷവും സർവ്വസ്വാതന്ത്ര്യവും അനുവദിച്ച പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളിലെ വ്യക്തതക്കുറവും നടപടികളിലെ പോരായ്മകളും തന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന. ഈ സാഹചര്യത്തിന് പിന്നിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ആ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച് ഒരു പരാതി കൊടുക്കുന്നതിലേക്ക് നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അത് ആ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷവും അത് കൈകാര്യം ചെയ്തതിലെ രീതിയാണ്, വടി കൊടുത്ത് അടിവേടിക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയതെന്ന് രാജ്മോഹൻ പറഞ്ഞതാണ്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി രാഹുൽ അനുകൂല സൈബർ പട ആ പെൺകുട്ടിയെ വേട്ടയാടുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഇരയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ യാതൊരു വിധത്തിലുമുള്ള ഐഡന്റിറ്റി പുറത്തു വിടുന്നത് കുറ്റകരമാണെന്നിരിക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ നടക്കുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇരയെ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാവുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടിക്ക് പരാതിക്കാരി ഒരുങ്ങുന്നു എന്ന കാര്യമാണ് അവരോട് പറയാനുള്ളത്. ആ പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ മറികടന്ന് നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ്. ഇനി അതിനെ പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ട. ഇത് രാജ്യത്തെ നിയമം അനുവദിക്കുന്നതല്ല. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതിനെ വേട്ടയാടാനുള്ള ശ്രമം ഈ കേരള സമൂഹം പൊറുക്കുന്നതല്ല. അപ്പോൾ അതിന് തയ്യാറായി വരുന്ന രാഹുൽ അനുകൂലികൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ തരുന്ന ഭിക്ഷ വാങ്ങിച്ച് അങ്ങനെ വരുന്ന ആളുകൾ അതിൻ്റെ നിയമ നടപടി നേരിടാൻ തയ്യാറായിക്കൊള്ളണം എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് രാഹുൽ വിഷയത്തിൽ ഇന്നുണ്ടായിട്ടുള്ള വാർത്തകൾ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം. ഒരു